ഇന്ന് രാത്രിയിൽ അതിനെ വെച്ചുകൊണ്ട് ആദ്യത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. എല്ലാവരും നോട്ടൊന്ന് എഴുതിയെടുത്താൽ യേശു ക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ഓവർ ദ പ്രൊഫറ്റ്സ്. പ്രവാചകന്മാരെക്കാൾ കർത്താവായ യേശു വലിയവൻ. അതിന് പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 1 to 3. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മതി. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് കർത്താവായ യേശു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവൻ. എന്തുകൊണ്ട് യേശു പ്രവാചകന്മാരെക്കാൾ വലിയവൻ? ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം വെളിപ്പെടുത്തുവാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ വേഴ്സ് ഒന്ന് വായിച്ചാട്ടും. ദൈവം പണ്ട് എന്നുള്ള ഒരു കാലം അവിടെ കാണുന്നു. 2-ാമത്തെ വാക്യം ഈ അന്ത്യകാലത്ത്. അപ്പോൾ വേദപുസ്തകം നമ്മളെ 2 കാലങ്ങളിലേക്ക് തിരിക്കുകയാണ്. ഒന്ന് പണ്ട് എന്നുള്ള കാലം, 2 ഈ അന്ത്യകാലം. എന്താണ് ഈ 2 കാലം? എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? എബ്രായ ലേഖനത്തിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന വിഷയമാണ് ഗോഡ് സ്പോക്ക്. ദൈവം അരുളി ചെയ്യുന്നു. അതാണ് ഈ പുസ്തകത്തിൻ്റെ വളരെ പ്രാധാന്യം. ദൈവം അരുളി ചെയ്യുന്നു. എന്ത്? വായിച്ചോട്ട് ആ വാക്യത്തിൻ്റെ 1-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. അരുളി ചെയ്തു. അപ്പോൾ ദൈവം അരുളി ചെയ്തു. അപ്പോൾ ദൈവം അരുളി ചെയ്തു. നിങ്ങൾ നോട്ട് എഴുതിയെടുത്താട്ടെ. ഗോഡ് സ്പോക്ക്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണ് ഈ എബ്രായ പുസ്തകത്തിൽ. ദൈവം സംസാരിച്ചു. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 2 and 3. എബ്രായർ 2-3 വാക്യം. ചാപ്റ്റർ 4 വേഴ്സ് 12. ചാപ്റ്റർ 6 വേഴ്സ് 5. Chapter 11 verse 3. Chapter 12 verse 25. ദൈവം സംസാരിച്ചു. God spoke. എബ്രായ ലേഖനത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദൈവം സംസാരിച്ചു. നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന മുഴുവൻ ആ ഭാഗത്തിൽ നിന്നുകൊണ്ടായിരിക്കും കർത്താവായ യേശുവിനെ കാണുവാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കൂടെ നമ്മൾ ആ വാക്കുകൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഞാൻ തന്നതായിരിക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ചത് 2 കാലങ്ങൾ ദൈവം സംസാരിച്ചു. പണ്ട് ദൈവം സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് ദൈവം സംസാരിച്ചു. 2 കാലങ്ങൾ നോട്ട് ചെയ്താട്ട്. 2 periods. എന്താണ് ദൈവം സംസാരിച്ചത്? ഗോഡ്സ് റെവലേഷൻ. ദൈവത്തിൻ്റെ വെളിപ്പാടുകളാണ് ദൈവം സംസാരിച്ചത്. 2 കാലങ്ങൾ ദൈവം സംസാരിച്ചു. ഒന്ന് പണ്ട്, 2 ഈ അന്ത്യകാലത്ത്. അപ്പോൾ മനസ്സിലായിക്കോണം, എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് എഴുതുമ്പോൾ ഇത് അന്ത്യകാലമെന്നുള്ളത് അവിടെ ദൈവദാസൻ വെളിപ്പെടുത്തുകയാണ്. അഥവാ ദി എൻഡ് ഏജ്. നമുക്കറിയാം അവസാന കാലം എന്ന് പറയുന്നത് ഇനിയും കടന്നു വരുവാൻ പോകുന്ന കാലമാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, കർത്താവായ യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവോടുകൂടെ അന്ത്യകാലം തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കുക വേർഡ്. യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവോടുകൂടെ അന്ത്യകാലം തുടങ്ങിയിരിക്കുന്നു. വായിച്ചോട്ട് 9-ാം അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 26ാമത്തെ വാക്യം. 9:26. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന കാലം എന്ന് പറയുന്നത് ലോക അവസാനത്തിങ്കൽ. ഇതിന് ഒരു വളരെ വലിയ അർത്ഥമുണ്ട്.
എന്തുകൊണ്ട് യേശുവിൻ്റെ വരവോടുകൂടെ ലോകാവസാനം തുടങ്ങി എന്ന് പറയുന്നു, തുടക്കമാകുവാൻ കാരണമായിത്തീർന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ പാപം കൊണ്ടാണ് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കാതെ മനുഷ്യൻ പാപത്തിൻ കീഴിൽ അകപ്പെട്ട് പോയത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിൽ കൂടെ പഴയ നിയമത്തിൽ ചെയ്യുവാൻ സാധിക്കാത്ത കാര്യമാണ് യേശുക്രിസ്തുവിൽ കൂടെ ചെയ്യുവാൻ കാരണമായി തീർന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സ് 9. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഇവിടെ വിളിച്ചു പറയുകയാണ്, പുസ്തകം വാങ്ങുവാൻ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, അവിടെ ദൈവം ഇരിപ്പുണ്ട്, ദൈവത്തിൻ്റെ അടുത്ത് യേശുവുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണുന്നതായിരിക്കുന്ന പ്രവാചകൻ ഇപ്രകാരം സ്വരം കേൾക്കുകയാണ്, ഈ മുദ്ര പൊട്ടിപ്പാൻ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകം തുറപ്പാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരെയും സ്വർഗത്തിൽ കണ്ടില്ല. എന്താ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം? മുദ്ര എന്ന് പറയുന്നത് 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് അവസാന പീരീഡ് ഓപ്പൺ ചെയ്യുക, അഥവാ ദി എൻഡ് ടൈം ഓപ്പൺ ചെയ്യുക. വായിച്ചോട്ട് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, വെളിപ്പാട് 4:1. ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ച് ശ്രദ്ധിക്കുക. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതും ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ പുതിയ നിയമസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ ഇവിടെ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുക, അഥവാ കർത്താവിൻ്റെ വരവിനെ. എന്നാൽ എന്താ അതിനുശേഷം സംഭവിക്കുന്നത്? 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം അതാർക്കും തുറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് തുറക്കുവാൻ സാധിക്കാത്തത്? ഈ തുറക്കുവാൻ തക്കവണ്ണം യോഗ്യനായിട്ട് ആരെയും കണ്ടില്ല. ഒരു വ്യക്തി പോലും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം, ഒരു വ്യക്തി പോലും യോഗ്യനായിട്ടില്ല. എന്തുകൊണ്ട് ആരും യോഗ്യനായിട്ടില്ല? ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഭൂമിയിൽ കഷ്ടതകൾ കടന്നു വരിക, അഥവാ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിന് വേണ്ടി ലോകത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ അന്ത്യകാലത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ ആര് ഈ മുദ്ര തുറക്കണം? കർത്താവായ യേശു. അപ്പോൾ ആ യേശുവല്ലാതെ ആരെയും മുദ്ര തുറക്കുന്നവനായിട്ട് കണ്ടില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അവസാന സമയത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായത് കർത്താവായ യേശുവിൻ്റെ വരവോടുകൂടിയാണ്, അഥവാ യേശുവിൻ്റെ വരവോടുകൂടെ അന്ത്യകാലം തുടക്കപ്പെടുവാൻ കാരണമായിത്തീർന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ആയെന്നല്ല, ഇപ്പോൾ മറച്ചു വച്ചിരിക്കുന്ന ഒരു മർമ്മമാണോ സഭയെന്ന് പറയുന്നത്? ഇതൊരു മിസ്റ്ററിയാണ്. അപ്പോൾ ഈ മിസ്റ്ററി, ഈ മർമ്മത്തിൻ്റെ കാലങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഈ മർമ്മത്തിൻ്റെ കാലങ്ങൾ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അന്ത്യകാലത്തിലേക്ക് 2-ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുക. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഈ അന്ത്യകാലത്ത്, അപ്പോൾ യേശുവിൻ്റെ വരവ് എന്ന് പറയുന്നത് അന്ത്യകാലത്തിൻ്റെ തുടക്കമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു വന്നേ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായവരെ കാര്യങ്ങൾ ഉയർത്തി, അടിയില്ലാത്തവരെ കാര്യങ്ങൾ താഴ്ത്താട്ട്. യെസ്, ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു വരാം. യേശുക്രിസ്തുവിൻ്റെ വരവ് അന്ത്യകാലത്തിൻ്റെ തുടക്കമെന്ന് പറയുവാൻ കാരണമെന്ത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ലോകത്തിൻ മനുഷ്യനെ, ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവൻ പാപം ചെയ്തതുകൊണ്ട് അവരെല്ലാവരും പാപത്തിൻ കീഴിലായിത്തീർന്നു. രക്ഷപ്പെടുവാൻ മാർഗമില്ല. ദൈവം പഴയ നിയമത്തിൽ ന്യായപ്രമാണങ്ങളും യാഗങ്ങളും കൊടുത്തെങ്കിൽ തന്നെയും ആ യാഗങ്ങളൊക്കെ വരുവാൻ ഉള്ളവൻ്റെ നിഴലായിരുന്നു. അഥവാ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ കടന്നു വന്ന് യാഗമായി തീരുന്നതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾ. അഥവാ യേശുക്രിസ്തുവിൻ്റെ യാഗത്തോടുകൂടെ മാത്രമേ പുതിയ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിപൂർണമായിരിക്കുന്ന രൂപാന്തരം അഥവാ മാറ്റങ്ങൾ വരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ
വരവ് ഏത് സമയത്ത് വന്നു? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ, അഥവാ ലോകത്തിൻ്റെ അന്ത്യഭാഗത്ത്, അവസാന കാലത്ത്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ വരവ് ലോകത്തിൻ്റെ ദ എൻഡ് ടൈം എന്ന് നമ്മൾ കാണുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം, പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ലോകത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം അതിനു മുൻപ് ആർക്കും സാധ്യമായിരുന്നില്ല. യേശുവിൻ്റെ വരവോടുകൂടെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാനുള്ളത് സകലതും യേശു ചെയ്തതുകൊണ്ട് ഇനിയും പാപങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തിന് ധൈര്യമായിട്ട് തൻ്റെ ജഡ്ജ്മെൻറ്റ് തനിക്ക് നടത്തുവാൻ സാധിക്കും. കഴിഞ്ഞ നാളുകൾ മനുഷ്യൻ്റെ പാപം കൊണ്ട് മനുഷ്യന് സാധിക്കാതെ പോയത് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ ഈ കാലമെന്ന് പറയുന്നത് അന്ത്യകാലം ആയി മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശു വലിയവൻ. എന്താണ് പഴയ നിയമ പ്രവാചകന്മാർ? എന്താണ് പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ സ്ഥാനം? എന്തുകൊണ്ട് യേശു വലിയവനായി? വായിച്ചാട്ട് ഒരിക്കൽ കൂടെ എബ്രായലേഖനത്തിലേക്ക് കടന്നു വന്നാട്ട്, എബ്രായലേഖനത്തിലേക്ക് കടന്നു വന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ യേശു വലിയവനെന്ന് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ചില പ്രത്യേകമായ കാര്യമുണ്ട്. അതിലൊന്ന്, പഴയ നിയമ പ്രവചനത്തിൻ്റെ വീക്ക്നെസ്സാണ് അവിടെ നമ്മൾ കാണുന്നത്. പഴയ നിയമ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ ബലഹീനതകൾ. ശ്രദ്ധിക്കുക നിങ്ങൾ വേർഡ്. എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവനാക്കി? ഒന്ന്, പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ ബലഹീനതകൾ, പ്രവാചകന്മാരുടെ ബലഹീനതകൾ. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. ഇത് രണ്ടുമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഒന്ന്, പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ബലഹീനതകൾ, അവരുടേതായിരിക്കുന്ന പ്രവചനത്തിൻ്റെ ബലഹീനതകൾ. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പഴയ നിയമ പ്രവാചകന്മാരെക്കുറിച്ച് അവിടെ നമ്മൾ കാണുന്നു. വായിച്ചോട്ട് ഒന്നാമത്തെ വാക്യം ഒരിക്കൽ കൂടെ, വേഴ്സ് 1. അപ്പോൾ ഇവിടെ പ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസന് ഇപ്രകാരം പറയുന്നു, ദൈവം പണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഭാഗമായിട്ടും വിവിധമായിട്ടും. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനത്തെക്കാൾ യേശുക്രിസ്തുവിൻ്റെ പ്രവചനം വലിയത് എന്ന് പറയുവാനുള്ള ഒന്നാമത്തെ കാരണം, പഴയ നിയമ പ്രവാചകന്മാർക്കൊക്കെ പ്രവചനം ലഭിച്ചത് എങ്ങനെയായിരുന്നു? ഭാഗമായിട്ട്, ലിറ്റിൽ ബൈ ലിറ്റിൽ. ഒന്ന് നോട്ട് ചെയ്തോണം. പ്രധാനമായിട്ട് പഴയ നിയമ പ്രവാചകന്മാരുടെ 5 ബലഹീനതകൾ, അഥവാ യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠനാക്കുന്ന, അവർ ബലഹീനരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിനെ ശ്രേഷ്ഠനാക്കുവാനുള്ള 5 പഴയ നിയമ പ്രവാചകന്മാരുടെ വീക്ക്നെസ്, ബലഹീനതകൾ. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്, പ്രവാചകന്മാർ പലരാണ്. Prophets are many. They lived in various times. പ്രവാചകന്മാർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ അവർ ജീവിച്ചത് പല കാലയളവിലാണ്. ഞാനതിനെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വ്യാഖ്യാനിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രവാചകന്മാർ ഒത്തിരി ഉണ്ട്. അവിടെ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം. അപ്പോൾ ഒരാളല്ല, പഴയ നിയമത്തിൽ ഒന്നിൽ കൂടുതൽ പ്രവാചകന്മാരുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാവരും ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരല്ല, വിവിധ സമയങ്ങൾ ജീവിച്ചിരുന്നവർ. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. അതിൻ്റെ 2, പ്രൊഫസീസ് by various means. വിവിധ രീതികളിലാണ് പ്രവചനങ്ങൾ കൊടുക്കപ്പെടുവാനിടയായിത്തീരുന്നത്. നമ്മളത് വ്യാഖ്യാനിക്കും. വിവിധ രീതികളിലാണ് പ്രവചനം കൊടുത്തത്. 3, they all had sins. ഈ പ്രവാചകന്മാർ എല്ലാവർക്കും പാപമുണ്ടായിരുന്നു. They all had sins. Isaiah chapter 6 verse 5. Daniel chapter 9 verse 8. Isaiah chapter 6 verse 5. Daniel chapter 9 verse 8.
ഫോർത്ത് പ്രത്യേകത, they received the word from the Lord time to time. സമയാസമയങ്ങളിലാണ് അവർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചത്. They received the word from the Lord time to time. കോമ കൊടുത്തിട്ട് ഒന്നുകൂടെ ചേർത്താട്ട് നോട്ട് their own. അവർക്ക് സ്വന്തമായിട്ട് ഒന്നും അരുളപ്പാടില്ലായിരുന്നു. ഫോർത്ത് വൺ, they received the word from the Lord time to time, കോമ കൊടുത്തിട്ട് നോട്ട് their own. അവരുടെ സ്വന്തമായിട്ടുള്ള വെളിപ്പാടുകളല്ല അവർ പറഞ്ഞത്, മുഴുവൻ ദൈവം കൊടുത്തിട്ടുള്ള വെളിപ്പാടുകൾ, സമയാസമയങ്ങളിൽ കൊടുത്തിട്ടുള്ള വെളിപ്പാടുകൾ. അഞ്ചാമത്തെ വ്യത്യാസം, they said like John the Baptist. അവർ യോഹന്നാൻ സ്നാപകനെ പോലെ പറയുവാൻ കാരണമായി തീർന്നു. That they are not light. But they give testimony of light. പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാരെല്ലാവരും വെളിച്ചമായിരുന്നില്ല, പകരം വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവർ മാത്രമായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞു വന്ന 5 പോയിൻറ്റ്സ്. ഇവരെല്ലാവരും അതിൽ ദ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ എടുക്കുകയാണ്. അവിടെ കാണുന്നത്, നമ്മൾ ആദ്യം കണ്ടത് ദൈവം പണ്ട് ഭാഗമായിട്ടും. അപ്പോൾ ഭാഗമായിട്ടാണ് ദൈവം പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ദൈവം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഉദാഹരണമായിട്ട് കർത്താവായ യേശു മശിഹയെക്കുറിച്ചുള്ള വെളിപ്പാട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഭാഗമായിട്ട് തന്നത് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുവാൻ. എന്താണ് ദൈവം കൊടുത്തത്? നമുക്ക് ആദ്യം മശിഹയെക്കുറിച്ച് നമ്മൾ കാണുന്നത്, ദൈവം പിശാചിനോട് കൽപ്പിക്കുന്ന വാക്കുകൾ എന്തുവാ പറയുന്നത്? സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും. അപ്പോൾ ആദ്യത്തെ റെവലേഷൻ, ദ ഫസ്റ്റ് റെവലേഷൻ ഓഫ് മെസ്സയ, അത് ആദമിന് ലഭിച്ചത് എന്തുമാത്രമായിരുന്നു? സ്ത്രീയുടെ സന്തതി ആയിരിക്കും ആര്? മശിഹ. അപ്പോൾ ഫസ്റ്റ് റെവലേഷൻ അതായിരുന്നു. നിങ്ങൾ നോട്ട് ചെയ്താട്ട്, ഭാഗമായിട്ട് ഉള്ളതിൻ്റെ വിശദീകരണമാണ് ഞാൻ തരുന്നത്. ഭാഗമായി അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴാണ് ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒരുമിച്ചൊന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അത് നമ്മൾ ഫസ്റ്റ് കണ്ടത് ടു ആഡമിന് കിട്ടിയ വെളിപ്പാട്, ദ മെസ്സയ ഷുഡ് കം ഓഫ് ദ സീഡ് ഓഫ് ദ വുമൻ, ജെനസിസ് 3:15. എന്നാൽ അബ്രഹാമിന് ദൈവം വീണ്ടും വെളിപ്പെടുത്തി കൊടുത്തു. അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ രണ്ടാമത്തത് ടു എബ്രഹാം. എന്താ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്? ദാറ്റ് ഹീ ഷുഡ് സ്പ്രിങ് ഫ്രം ഹിസ് ലോയിൻസ്. അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് അവൻ്റെ കടിപ്രദേശത്ത് നിന്ന് വാഗ്ദത്ത സന്തതി ജനിക്കും. ആദ്യം ആദാമിന് കിട്ടിയ വെളിപ്പാട് മനസ്സിലായല്ലോ, സ്ത്രീയുടെ സന്തതി ആയിരിക്കും മശിഹ, അത്രയുള്ളത്. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം ഒന്നുകൂടെ ഇടപെട്ട് ദൈവം സംസാരിക്കുകയാണ്. നിൻ്റെ കടിപ്രദേശത്തു നിന്നായിരിക്കും ആരുത്ഭവിക്കുന്നത്, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ജെനസിസ് ചാപ്റ്റർ 12:3. എന്നാൽ തേർഡ്, ജേക്കബ്. യാക്കോബിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ടു ജേക്കബ്.
യാക്കോബിന് കൊടുത്ത വെളിപ്പാട്, ഹീ ഷുഡ് ബി ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. യഹൂദ ഗോത്രത്തിൽ നിന്നായിരിക്കും അവൻ ഉത്ഭവിക്കുന്നത്. ഞാൻ പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഞാനിന്ന് പറഞ്ഞു വരുന്നത്. അപ്പം യാക്കോബിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് അവൻ ഉദിക്കുവാൻ പോകുന്നത് യഹൂദയിൽ നിന്ന്. ജനസിസ് 49:10. നെക്സ്റ്റ്, ഫോർത്ത് വൺ, ടു ഡേവിഡ്. ദാവീദിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തത് ഹീ ഷുഡ് ബി ഓഫ് ഹിസ് ഹൗസ്. തൻ്റെ ഭവനത്തിൽ നിന്നായിരിക്കും മശിഹ വരുവാൻ പോകുന്നത്. തൻ്റെ ഭവനത്തിൽ നിന്നായിരിക്കും മശിഹ വരുവാൻ പോകുന്നത്. സെക്കൻഡ്, ഹീ ഷുഡ് ബി ഓഫ് ഹിസ് ഹൗസ്. 2 ശമൂവേൽ chapter 7 verse 11 and 16. നെക്സ്റ്റ്, ടു ഇഷയ. യെശയ്യാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഹീ ഷുഡ് ബോൺ ഓഫ് എ വെർജിൻ. കന്യകയിൽ നിന്ന് അവൻ ജനിക്കും. യെശയ്യാ chapter 9 verse 14. To Yeshaya, he should born of a virgin. അവൻ കന്യകയിൽ നിന്ന് ജനിക്കും. യെസ്, യെശയ്യാ 9:14, 9:14. നെക്സ്റ്റ്, ടു മീഖ. മീഖായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്, ഹീ ഷുഡ് ബോൺ അറ്റ് ബെത്ലഹേം. അവൻ ബെത്ലഹേമിൽ നിന്ന് ജനിക്കും. മീഖ chapter 5 verse 2. നിങ്ങൾ ഈ പ്രൊഫസിയൊക്കെ നിങ്ങൾ എടുത്ത് പഠിക്കാമെങ്കിൽ നമുക്കൊന്ന് കാണാൻ സാധിക്കും. ആ പർട്ടിക്കുലർ കാലങ്ങൾ ജീവിച്ചിരുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ മാത്രമേ ദൈവം അവരോട് സംസാരിച്ചിരുന്നുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചൊരു വെളിപ്പാട്, ആ വെളിപ്പാട് ഒരൊറ്റ വെളിപ്പാട് കൊണ്ട് പൂർണ്ണമായിരുന്നില്ല. ആ ഒരു വെളിപ്പാട് പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? വിവിധമായി ഭാഗമായിട്ടാണ് ദൈവം കൊടുക്കുവാനിടയായിത്തീർന്നത്. അഥവാ പഴയ നിയമത്തിലെ ഒരൊറ്റ പ്രവാചകനിൽ കൂടെ ആ വെളിപ്പാടിൻ്റെ പൂർണ്ണതയെ നമ്മൾ കാണുന്നില്ല. ആ പ്രവാചകന്മാരുടെ എല്ലാം പ്രവചനത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഭാഗമായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രൊഫസി എന്ന് പറയുന്നത് അതിൽ തന്നെ പൂർണ്ണതയാണ്. കാരണം ഹീ ഹിംസെൽഫ്, അവൻ തന്നെ മശിഹയ. ബാക്കി എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം പിശാചിനോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതിയാണ്, അബ്രഹാമിനോട് പറഞ്ഞു നിൻ്റെ സന്തതിയാണ്, യാക്കോബിനോട് പറഞ്ഞു യഹൂദയിൽ ഒന്നുകൂടെ താഴേക്ക് പോകുക, യഹൂദയിൽ നിന്നാണ് ജനിക്കുവാൻ പോകുന്നത്. ദാവീദിനോട് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു നിൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുവാൻ പോകുന്നത്. വീണ്ടും ദൈവം മുൻപോട്ട് കടന്നു പോയിട്ട് ദൈവം യെശയ്യാവിൽ കൂടെ പറഞ്ഞു അത് കന്യകയിൽ നിന്ന് അത് ഉളവാകുവാൻ പോകുന്നത്. മീഖായിൽ കൂടെ പറഞ്ഞു ബേത്ലഹേമിൽ. ഇങ്ങനെ 1 by 1 നമ്മൾ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജനനത്തെക്കുറിച്ചുള്ള ആ പ്രൊഫസിയുടെ ഫുൾഫിൽമെൻറ്റ്, കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രവചനം ഒത്തുപഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നതോടെ ഞാൻ പറഞ്ഞു വന്നേ. ദൈവം പണ്ട് ഭാഗമായിട്ട്, അപ്പോൾ ആർക്കും ദൈവം എന്ത് കൊടുത്തിട്ടില്ല? പെർഫെക്റ്റായിട്ട് വെളിപ്പാട് കൊടുത്തിട്ടില്ല, പൂർണ്ണതയിൽ വെളിപ്പാട് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ദൈവം കൊടുത്തത് ഭാഗമായിട്ട്. അതുകൊണ്ട് ഒരു പ്രവാചകനിൽ കൂടെ അതിൻ്റെ ഓരോ പ്രവാചകന്മാരും അവരിൽ പൂർണ്ണരാണ്. എന്നാൽ ഒരു പ്രവാചകനിൽ കൂടെ ആ വിഷയം പൂർണ്ണമാകുന്നില്ല. രണ്ടാമത്തെ വിഷയം, വിവിധമായിട്ട് ദൈവം സംസാരിക്കുന്നത് വിവിധമായിട്ട്, വേരിയസ് വേസ്. വായിച്ചോട്ടെ, നമ്പേഴ്സ് chapter 12 verse 6 to 8. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം. അവിടെ ദൈവം
മോശയെക്കുറിച്ച് തൻ്റെ സഹോദരനോടും സഹോദരിയോടും പറയുന്ന ഒരു കാര്യമായത് ദൈവം പറയുന്നു, എൻ്റെ വാക്ക് കേൾപ്പീൻ. ജനത്തിൻ്റെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ട് എങ്കിൽ ഞാൻ അവർക്ക് എങ്ങനെ സംസാരിക്കും? അവരോട് എങ്ങനെ സംസാരിക്കും? ദർശനങ്ങളാൽ, സ്വപ്നങ്ങളാൽ ദൈവം സംസാരിക്കുന്നു. എന്നാൽ താഴോട്ട് ഇന്ന് ദൈവമക്കൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നമ്മളത് മറന്നു കളയരുത്. ദൈവം നമ്മോട് സംസാരിക്കുന്ന വിധം എത്ര വലുതെന്ന് മനസ്സിലാക്കണം. ദൈവം പഴയ നിയമ പ്രവാചകന്മാരെ നോക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് എങ്ങനെയാണ്? നേരിട്ടല്ല, സ്വപ്നങ്ങളാൽ, ദർശനങ്ങളാൽ, വെളിപ്പാടുകൾ. ദൈവം സംസാരിക്കുന്ന വേരിയസ് വേസ്. ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്താട്ട് ദൈവം എങ്ങനെയൊക്കെ സംസാരിക്കുന്നു. The first one, God spoke in an audible voice. വ്യക്തമായിട്ട് സ്വരത്തോടുകൂടെ ദൈവം സംസാരിക്കുന്നു. God spoke in an audible voice. Deuteronomy chapter 5 verse 4. Yes, Deuteronomy ആവർത്തനം 5:4. 2, appeared in the form of an angel. ഒരു ദൂതൻ്റെ വേഷത്തിൽ ദൈവം കടന്നു വരുന്നു. Appeared in the form of an angel and spoke. Genesis chapter 18 verse 1 and 2. Genesis chapter 18 verse 1 and 2. അങ്ങനെ ദൈവം സംസാരിക്കുന്നതിന് ഒരു തിയോളജിക്കൽ ടെർമിനോളജി ഉണ്ട്. ആ വേർഡാണ് തിയോഫിനി. THEOPHANY. ദൈവം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൂതൻ്റെയോ മനുഷ്യൻ്റെ വേഷത്തിൽ വന്ന് സംസാരിക്കുന്നത്. 3, God spoke through angels. ദൈവം ദൂതന്മാരിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നു. God spoke through angels. Luke chapter 1 verse 12 and 13. God spoke through visions. ദർശനങ്ങൾ കൂടെ ദൈവം സംസാരിക്കുന്നു. 1 അധ്യായം 12-13 വാക്യം. Luke 1 12 and 13. Next, God spoke through visions. ദർശനങ്ങൾ കൂടെ ദൈവം സംസാരിക്കുന്നു. Yeshaya chapter 6 verse 1 and 2. Yeshaya chapter 6 verse 1 and 2. God spoke through dreams. സ്വപ്നങ്ങൾ കൂടെ ദൈവം സംസാരിക്കുന്നു. First King chapter 3 verse 5. സ്വപ്നങ്ങൾ കൂടെ ദൈവം സംസാരിക്കുന്നു. Chapter 3 verse 5. 1 രാജാക്കന്മാർ 3:5. Next, God spoke through the prophets. പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിക്കുന്നു. പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിക്കുന്നു. Hebrews chapter 1 verse 1. Finally, God speaks through the inspiring thoughts. നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ചിന്തകളെ തന്ന് ദൈവം സംസാരിക്കുന്നു. അതാണ് ഈ നാളുകൾ ഹോളി സ്പിരിറ്റ് സ്പീക്സ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ, അവർക്ക് പ്രവചനമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ പ്രവാചനങ്ങളൊക്കെ പൂർണ്ണമായിരുന്നില്ല. ഭാഗമായിട്ട് വിവിധമായിട്ട് ഓരോരുത്തർക്ക് അവരവരുടെ കാലയളവിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ദൈവം അന്ന് അവരോട് സംസാരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആദമിനോട് സംസാരിച്ചത് അല്ലെങ്കിൽ അബ്രഹാമിനോട് സംസാരിച്ച രീതിയിൽ, മീഖായോട് സംസാരിച്ച രീതിയിൽ അബ്രഹാമിനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ അബ്രഹാമിന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല.
അബ്രഹാമിൻ്റെ ആ പർട്ടിക്കുലർ സമയത്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ലെവലിലായിരിക്കും. നമുക്ക് എത്രത്തോളം ഗ്രഹിക്കുവാൻ സാധിക്കും, അതിന് അനുസരിച്ചായിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ പാടില്ലാത്ത കാര്യമല്ല ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനം ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ പൂർണ്ണത വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മോട് സംസാരിച്ചു. എന്നിട്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പോൾ ഈ അന്ത്യകാലത്തെ പുത്രനെ അതിനേക്കാൾ ഒന്നുകൂടെ ശ്രേഷ്ഠനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അഥവാ പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ പ്രവചനത്തിൻ്റെ പൂർണ്ണത കർത്താവായ യേശുക്രിസ്തുവിൽ കാണിക്കുകയാണ്. എന്തുകൊണ്ട് യേശു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ? അതിൻ്റെ 7 കാരണങ്ങളാണ് നമുക്ക് ആ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്ത് തന്നിരിക്കുന്നത്. 7 reasons why Jesus Christ is better than the old prophets. 7 കാരണങ്ങളാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. ആ 7 കാരണങ്ങളെ നമ്മൾ 3ആയിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. 1, ഹിസ് പൊസിഷൻ, തൻ്റെ സ്ഥാനം. 2, ഹിസ് പേഴ്സണാലിറ്റി, തൻ്റെ വ്യക്തിത്വം. 3, ഹിസ് പവർ, തൻ്റെ അധികാരം. ഈ 3 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ തിരിക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അതിൻ്റെ 7 കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അതിനകത്ത് ഈ 7 കാരണങ്ങളെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. ആ 7 കാരണങ്ങൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. വായിച്ചാട്ട് ചാപ്റ്റർ 1 വേഴ്സ് 2, 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. നോട്ട് ചെയ്താട്ട് ദ ഫസ്റ്റ് കാരണം, അപ്പോയിൻറ്റഡ് ഹെയർ ഓഫ് ഓൾ തിങ്സ്, അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അപ്പോയിൻറ്റഡ് ഹെയർ ഓഫ് ഓൾ തിങ്സ്. ബ്രാക്കറ്റിൽ കൊടുക്കുക. എന്താ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ഹിസ് പൊസിഷൻ, തൻ്റെ സ്ഥാനത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോയിൻറ്റഡ് ഹെയർ ഓഫ് ഓൾ തിങ്സ്. 2, നെക്സ്റ്റ് വേഴ്സ്. 2-ാമത്തെ പ്രത്യേകത, ത്രൂ ഹും ഹി മെയ്ഡ് ദ യൂണിവേഴ്സ്, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. യേശു മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അത് യേശുക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം. പേഴ്സണാലിറ്റി ബ്രാക്കറ്റിൽ കൊടുത്താണ് നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മളിത് പഠിക്കും. 3, വായിച്ചാട്ട്. 3-ാമത്തെ പ്രത്യേകത, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ, റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. അതെന്ത് വെളിപ്പെടുത്തുന്നു? പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു. ബ്രാക്കറ്റിൽ കൊടുത്താൽ പേഴ്സണാലിറ്റി. നോ, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ, അത് ആളത്വത്തെ, പേഴ്സണാലിറ്റിയെ ചൂണ്ടിക്കാണിക്കുക. നേച്ചർ, ഹിസ് നേച്ചർ അല്ലേ അത്? ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ ആളത്വമാണ് പേഴ്സണാലിറ്റി. യെസ്. നെക്സ്റ്റ്, 4-ാമത്തത് തത്വത്തിൻ്റെ മുദ്ര, എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. തത്വത്തിൻ്റെ മുദ്ര, അതും എന്തിനെ വെളിപ്പെടുത്തുന്നു? ഹിസ് നേച്ചർ, പേഴ്സണാലിറ്റി. യെസ്, താഴോട്ട്.
അഞ്ചാമത്തെ പ്രത്യേകതയാണ് അപ്ഹോൾഡിങ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. അപ്ഹോൾഡിങ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? ഹിസ് പവർ, ശക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. നെക്സ്റ്റ്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. പേർജ്ഡ് അവർ സിൻസ്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നു. അതെന്തിനെ വെളിപ്പെടുത്തുന്നു? ഹിസ് പവർ, ശക്തി. യെസ്, നെക്സ്റ്റ്. Praise God. Seventh point, sat down at the right hand on high. ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത് നിൽക്കുന്നു. സാറ്റ് ഡൗൺ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓൺ ഹൈ. അതേതിനെ ചൂണ്ടിക്കാണിക്കുന്നത്? ഹിസ് പൊസിഷൻ, സ്ഥാനം. പ്രധാനമായിട്ട് നമ്മുടെ കർത്താവായ യേശു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യ കാരണങ്ങൾ 7 കാരണങ്ങളാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിരിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വം, അവൻ്റെ ശക്തി, ഇത് 3ഉം അതിനകത്ത് അടക്കപ്പെട്ടിരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസന് പ്രകാരം പറഞ്ഞു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒന്ന് വെളിപ്പെടുത്തിയാണ്. പഴയ നിയമത്തിൽ ഭാഗമായിട്ട് വെളിപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങൾ ഭാഗമായിട്ടായിരിക്കുമ്പോൾ, ഇൻകംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ, പുതിയ നിയമത്തിൻ്റെ പ്രവാചകൻ്റെ വാക്കുകൾ അത് ഫുള്ളി കംപ്ലീറ്റ്, പൂർണ്ണതയുള്ളതാണ്. ടെസ്റ്റമെന്റ് റെവലേഷൻസ്, പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ 3 സ്റ്റെപ്സ്. അതിൽ ഒന്ന്, ദ റെവലേഷൻ വാസ് റിയൽ. എല്ലാ പ്രവചനങ്ങളും യാഥാർത്ഥ്യമാണ്. ദൈവം തൻ്റെ മക്കൾ കൊടുത്തിരിക്കുന്ന സകല പ്രവചനങ്ങളും യാഥാർത്ഥ്യമാണ്. 2, the revelations were only partial. പ്രവചനങ്ങൾ ഭാഗികമായിരുന്നു. 3, the revelations were time to time developing. സമയാസമയങ്ങളിൽ പ്രവചനം വളർന്നുകൊണ്ടേയിരുന്നു. പഴയ നിയമ പ്രവാചകന്മാരും പഴയ നിയമ വിശ്വാസികളും പുതിയ നിയമ പ്രവാചകന്മാരും തമ്മിൽ, അല്ലെങ്കിൽ പഴയ നിയമ വിശ്വാസിയും പുതിയ നിയമ വിശ്വാസികളും തമ്മിൽ ഒരു വലിയ അന്തരം മാർട്ടിൻ ലൂതർ ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്: വാഗ്ദത്ത നാട് ഒറ്റുനോക്കുവാൻ തക്കവണ്ണം മരുഭൂമിയിൽ നിന്ന് 12 പേരെ മോശെ അയച്ചു. അവർ വാഗ്ദത്ത നാട് ഉറ്റുനോക്കി. എന്നിട്ട് 2 പേര് ഒരു കമ്പിൽ ഒരു മുന്തിരി വള്ളി അവർ ചുമന്നുകൊണ്ട് വന്നു. അപ്പോൾ ഒരുപക്ഷെ 6 മുന്തിരി വള്ളികളായിരിക്കാം അവർ ചുമന്നുകൊണ്ട് വന്നത്. അതെങ്ങനെയായിരുന്നു? ഒരു കമ്പിൽ. അപ്പോൾ മുൻപിൽ ഒരാൾ തോളത്ത് ആ കമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിൽ വേറൊരു വ്യക്തി മറ്റേ ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ മുന്തിരി വള്ളിയും തൂക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. എന്നാൽ മുൻപിലുള്ള ആൾ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: മുൻപിലുള്ള ആൾ ഈ മുന്തിരിവള്ളിയോ അല്ലെങ്കിൽ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങളെയോ മനസ്സിലാക്കാതെ മുൻപോട്ട് നടക്കുമ്പോൾ, പിൻപിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ മുന്തിരിങ്ങ തിന്നുകൊണ്ട മുമ്പോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാർ അവർ കാണാതെ
അനുഭവിക്കാതെ മുൻപോട്ട് നടക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ വിശ്വാസികൾ കണ്ടും അനുഭവിച്ചു ആകുമ്പോൾ ഇതാ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. മാർട്ടിൻ ലൂതറിൻ്റെ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം പഴയ നിയമത്തിൽ ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, ഭാഗമായിട്ടാണ്. ഇവർക്ക് പോലും അറിയത്തില്ല ഇവരെന്തുവാ പ്രവചിക്കുന്നത്, എന്തുവാ ഇവർ എഴുതി വയ്ക്കുന്നത്, ഇവർക്ക് പോലും അറിയത്തില്ല. ദൈവം സമയാസമയങ്ങൾ ആലോചന കൊടുക്കുന്നുണ്ട്, പലതും ഇവർക്ക് പോലും മനസ്സിലാക്കുവാൻ പോലും സാധ്യമല്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കുവാൻ പറ്റാത്ത കാര്യങ്ങളല്ല ഇവർ എഴുതുന്നത്. പിന്നെയോ സമയാസമയങ്ങളിൽ അവരനുഭവിച്ചും അവർ അത് മനസ്സിലാക്കിയുമാണ് എഴുതുവാൻ കാരണമായത്. മനസ്സിലാകുന്ന കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത? ദൈവം പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരുന്നു. എന്താ കംപ്ലീറ്റ്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇതിനെ കംപ്ലീറ്റ് എന്ന് പറയുന്നു? അതിന് പ്രധാനപ്പെട്ട 1-2 കാരണമുണ്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ദ ഓറക്കിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് കംപ്ലീറ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരുളപ്പാട് പൂർണ്ണതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അരുളപ്പാട് പൂർണ്ണമായിരുന്നു. എന്തുകൊണ്ട്? അതിൽ ഒന്നാമത്തെ കാരണം 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 14. 2 തിമോത്തിയോസ് 3:14. യെസ്, 2 തിമോത്തിയോസ് 3:14. പെട്ടെന്ന് അതിൽ ഒന്നാമത്തെ കാരണം ഇവിടെ പറയുന്നു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രൊഫസികളൊന്നും പൂർണ്ണമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് പൂർണ്ണമാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്. എന്തുകൊണ്ട് കംപ്ലീറ്റ് ആണ്? നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്താണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇനിയും അതിനോടുകൂടെ മറ്റൊന്ന് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിൽ നമുക്ക് പല ചോദ്യങ്ങളുണ്ട്. എന്നാൽ ചോദ്യങ്ങളൊക്കെ രക്ഷയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചോദ്യങ്ങളെ അല്ല. പിന്നെയോ മറ്റു പല ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവസാന സമയങ്ങളിൽ അന്ത്യകാലത്ത് വെളിപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്തത് അത് പൂർണ്ണമാണ്. എന്തുകൊണ്ടെന്നാൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്താത്. രണ്ടാമത്തെ കാരണം വായിച്ചാട്ട് ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6-8. ഗലാത്യർ 1 6 മുതൽ 8 വരെ. വേറൊരു സുവിശേഷത്തിലേക്ക് താഴോട്ട് അപ്പോൾ ഈ സുവിശേഷത്തെ ആരെങ്കിലും മറിക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ സുവിശേഷത്തെ ആരെങ്കിലും മാറ്റുകയാണെങ്കിൽ അത് ഏതാ? അത് വേറൊരു സുവിശേഷമാണ്. അത് ഈ സുവിശേഷമേ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ എന്തുണ്ടായിരുന്നു? അതിനോടുകൂടെ എന്ത് ചെയ്യായിരുന്നു? ആഡ് ചെയ്ത് പോയി. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് യേശുക്രിസ്തു രക്ഷയ്ക്ക് വേണ്ടതായിരിക്കുന്ന സകല കാര്യങ്ങൾ കൊടുത്ത് അതിൽ നിന്നാണ് അപ്പോസ്തലന്മാർ റെവലേഷൻസ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് അവർ ഫോം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുണ്ട്. ഇനിയും ആ തിരുവെഴുത്തിനോട് മറ്റൊന്ന് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അതെന്തല്ല? അത് ഈ സുവിശേഷമല്ല, അത് വേറെ സുവിശേഷമാണ്. ഇറ്റ് ഈസ് ആൻ അതർ ഗോസ്പൽ, നോട്ട് ദിസ് ഗോസ്പൽ. It is other gospel. മൂന്നാമത്തെ കാരണം വായിച്ചാട്ട് യോഹന്നാൻ 15:15. ജോൺ 15:15. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ.
ഇറ്റ്സ് കംപ്ലീറ്റ് എന്ന് പറയുവാനുള്ള മൂന്നാമത്തെ കാരണം, കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. കംപ്ലീറ്റ്, ഒന്നും മറച്ചു വെച്ചില്ല, എല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഏതാ നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി കാര്യം പറയാത്തതുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞു നിങ്ങൾക്കിപ്പം ഗ്രഹിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെയുണ്ട്. പക്ഷെങ്കിൽ അത് ഏതാ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ വേണ്ടിയുള്ളതല്ല, പിന്നെയോ മറ്റു പലതും. അപ്പോൾ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ വേണ്ടിയതായിരിക്കും. നിങ്ങൾ മനസ്സിലായോ? ആ ഭാഗം മനസ്സിലായോ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തിൻ്റെ പൂർണ്ണത നമുക്കെവിടെ തന്നിട്ടുണ്ട്? ഈ പുതിയ നിയമത്തിൻ്റെ പ്രൊഫസിയിൽ കൂടെ നൽകുവാൻ കാരണമായിരിക്കുന്നു. അപ്പോൾ ഈ വെളിപ്പാടിൻ്റെ രണ്ടാമത്തത്, അത് പെർഫെക്റ്റ് എന്ന് പറയുവാനുള്ള രണ്ടാമത്തെ കാരണം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ ഭാഗം. എബ്രായ 1:1. ഈ അന്ത്യകാലത്ത് ആര് മുഖാന്തരം? പുത്രൻ. ആരായത് സംസാരിക്കുന്നേ? ദൈവം പറയുന്നു ഇതാരായി ചെയ്തിരിക്കുന്നതെന്ന്. ദൈവം പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ആരിൽ കൂടെയാ? പ്രവാചകന്മാരിൽ കൂടെ. എന്നാൽ ഇപ്പോൾ ദൈവം ചെയ്യുന്നത് ആരിൽ കൂടെ? പുത്രനിൽ കൂടെ. ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് എഴുതുകയാണ്, ദൈവം തൻ്റെ പുത്രനിൽ കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? അരുളി ചെയ്തിരിക്കുന്നു. അഥവാ വേറെ രീതിയിൽ പറഞ്ഞാൽ, യേശുവിനെ ദൈവം തന്നെ എന്ത് വിളിച്ചു? തൻ്റെ പുത്രൻ. ദൈവത്തിൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകളൊക്കെ എന്തായിരിക്കും? അത് സത്യം, ദ റിയൽ. അതിനകത്ത് എന്തില്ല? മാറ്റുവാനായിട്ടൊന്നുമില്ല. അപ്പോൾ ദൈവം യേശുവിനെ തന്നെ എന്ത് വിളിക്കുക? പുത്രനെന്ന് വിളിക്കുക. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളത് ആ ഭാഗത്ത് ദൈവം തന്നെ സമർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ പുത്രനായിരിക്കുന്ന യേശു പിതാവിൽ നിന്ന് കേട്ടതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. ഇതിൻ്റെ 7 പ്രത്യേകതകൾ നമ്മൾ 1 by 1 ആയിട്ട് നമ്മളതിനെ പഠിക്കുവാനായിട്ട് പോകുകയാണ്. ഒന്ന്, ഒന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അവിടെ പറയുന്നത്, ദ ഫസ്റ്റ് വൺ, ഗാഡ് ഹാസ് അപ്പോയിൻറ്റഡ് ഹിം ടു ബി ഹെയർ ഓഫ് ഓൾ തിങ്സ്. ദൈവം അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ദൈവം യേശുവിനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ഈ പ്രത്യേകമായിരിക്കുന്ന വാക്കുകൾ കൂടുതൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളുണ്ട് എന്ന് എനിക്ക് ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും ഇതിനകത്ത് വളരെ മാസ്റ്റേഴ്സാണ്. ദൈവം യേശുവിനെ അവകാശിയാക്കി വെച്ചു. യേശുവാണ് അവകാശി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ആദ്യം അവകാശിയാക്കി വെച്ച ഒരുവനുണ്ടായിരുന്നു. ആ ഒരുവൻ എന്ത് ചെയ്തു? പാപം ചെയ്ത് അവകാശമാക്കിപ്പോയി. പിശാചിന് കൈമാറ്റം വന്നു. എന്നാൽ ആ അവകാശത്തെ തിരിച്ചെടുക്കുവാനാണ് ആര് കടന്നു വന്നത്? കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജനനം, യേശു ക്രിസ്തു നമ്മൾ പഠിക്കും, ദൂതന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അല്പം മാത്രമാണ് താഴ്ത്തിയത്. മനുഷ്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പോൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും എങ്ങനെയാണ് വന്നത്? ഈ താഴ്ത്തപ്പെട്ട അവസ്ഥയിലാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്തുകൊണ്ട് താഴ്ത്തപ്പെട്ടു? താഴ്ത്തപ്പെടുവാനുള്ള കാരണം യേശു ക്രിസ്തുവിൻ്റെ ഫിസിക്കൽ ബോഡി. യേശുക്രിസ്തുവിന് എന്നെയും നിങ്ങളെയും പോലെ എന്തുണ്ടായിരുന്നു? ഒരു ജഡശരീരമുണ്ടായിരുന്നു. എന്നാൽ ഞാനും നിങ്ങളും ജനിച്ചതുപോലെ അല്ല യേശു ജനിച്ചത്. കാരണം ഞാനും നിങ്ങളും ജനിക്കുമ്പോൾ തന്നെ പാപികളായി ജനിക്കുന്നു. ആദാമിൻ്റെ പാപം സകല മനുഷ്യരിലേക്കും കടന്നു വരും. എന്നാൽ യേശു ജനിച്ചത് പാപത്തോടുകൂടി അല്ല, പാപമില്ലാതെ. പക്ഷെങ്കിൽ യേശുവിന് എന്നെപ്പോലെ ഒരു ശരീരം യേശുവിനുണ്ടായിരുന്നു.
എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഇതേ മണ്ണുകൊണ്ടുള്ള ശരീരമാണ് ആർക്കുണ്ടായിരുന്നത്? യേശുവുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മണ്ണുകൊണ്ടുള്ള ശരീരമുള്ളത് കൊണ്ട് അവൻ ആരെക്കാൾ അല്പം മാത്രം താണു? ദൂതന്മാരെക്കാൾ അല്പം മാത്രം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ വിഷയങ്ങൾ? മനസ്സിലാകുന്നുണ്ടല്ലേ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്തുകൊണ്ടാണ് താഴ്ത്തപ്പെട്ടത്? യേശു മനുഷ്യനായതുകൊണ്ട്, യേശു ക്രിസ്തു ജഡശരീരം ഉണ്ടായിരുന്നുകൊണ്ട്. എന്നാൽ ഞാനും യേശുമായിട്ട് ഒരു വലിയ വ്യത്യാസമുണ്ട്. യേശു പാപത്തിലല്ല ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഞാൻ പാപിയാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. 2, യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും എന്ത് ചെയ്തില്ല? പാപം ചെയ്തിട്ടില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം അയച്ചത്? മനുഷ്യൻ്റെ അവകാശത്തിൽ ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന അവകാശം പിശാചിന് വെച്ച് മാറിയത് അത് തിരിച്ചെടുക്കുവാനാണ് യേശുവിനെ ദൈവം ലോകത്തിലേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ വേർഡ്, യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത അധികാരമുണ്ട്, മനുഷ്യന് കൊടുത്ത അവകാശമുണ്ട്. മനുഷ്യനെ ദൈവം ഒന്നിന് അവകാശിയാക്കി വെച്ചു. ഈ അവകാശം പിശാചിനോട് അനുസരിച്ചതുകൊണ്ട് പിശാചിന് കൈമാറ്റം വന്നുവെങ്കിൽ അതിനെ തിരിച്ച് എടുക്കുവാനാണ് യേശുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ അവൻ ആര്? അവൻ അവകാശി. ദൈവം അവനെ അവകാശിയാക്കി. എന്തുകൊണ്ട് അവൻ അവകാശിയ? ഒന്നാമത്തെ കാരണം അവൻ പുത്രനായതുകൊണ്ട് അവൻ അവകാശിയ. അവൻ ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് അവൻ അവകാശിയ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് അവൻ അവകാശിയ. 2, അവൻ അവകാശം പിടിച്ചെടുത്തത് കൊണ്ട് അവൻ അവകാശിയ. എങ്ങനെ അവകാശം പിടിച്ചെടുത്തു? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ മാറ്റി ജീവപര്യന്തം മരണഭീതികളാൽ അടിമകളായിരുന്നവരെ അവൻ അവിടുന്ന് വിടുവിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിശാചിന് മനുഷ്യൻ കൊടുത്ത അധികാരം, അഥവാ ആദാം കൊടുത്ത അധികാരം, അവന് ദൈവം കൊടുത്ത അധികാരം പിശാചിന് കൈമാറിയെങ്കിൽ കർത്താവായ യേശു എന്ത് ചെയ്തു? ആ അധികാരത്തെ യേശു പിടിച്ചെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു വന്നത് മനുഷ്യൻ്റെ പാപം മാത്രം മായ്ക്കുവാനല്ല. ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന വേർഡ്. യേശു വന്നത് മനുഷ്യൻ്റെ പാപം മാത്രം മായ്ക്കുവാനല്ല. മനുഷ്യൻ്റെ പാപം മായ്ച്ചാൽ മതി, പക്ഷെങ്കിൽ യേശുവിന് ആവശ്യമായിരുന്ന അതായിരുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ ദാസൻ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശു എന്ന് പറയുന്നത് ആരായിരുന്നു? മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മാത്രം വന്നവനല്ല, അവൻ ലോകത്തിൻ്റെ പാപം വഹിക്കുന്നവൻ. അവിടെ ലോകം എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സ്, അഖിലാണ്ടത്തിൻ്റെ പാപത്തിന് വേണ്ടി കടന്നു വന്നത്. അഖിലാണ്ടത്തിൻ്റെ പാപത്തിന് വേണ്ടി കടന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനർത്ഥമുണ്ട്. കാരണം ഇന്ന് സർവ സൃഷ്ടിയും എവിടെ കിടക്കുക? ഈറ്റുനോവോടുകൂടെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും ഇന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഞരങ്ങിയത്? അവരുടെ ഞരക്കത്തിന് കാരണം അവരുടെ ദ്രവത്വം കൊണ്ട്. ഞാൻ പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയാമോ? വേർഡ് അറിയാമോ? യെസ്, റോമക്കലേനം നമ്മൾ കാര്യമായിട്ട് നമ്മൾ പഠിച്ചതാ. യെസ്, റോമക്കലേനം 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. റോമൻസ് 8:20. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ. അപ്പോൾ സൃഷ്ടി ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഏതിൽ നിന്ന് വിടുതൽ? ദ്രവത്വത്തിൽ നിന്ന് വിടുതൽ. ഇന്ന് ദൈവം സൃഷ്ടിച്ച സകലത്തിന്മേലും മനുഷ്യൻ മോഡിഫിക്കേഷൻ നടത്തി ഇന്ന് അതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദ്രവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. അത് കംപ്ലീറ്റായിട്ട് ഡിസ്ട്രോയ് ആയ നല്ല അതിൻ്റെ അർത്ഥം ഭാഗമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓരോന്നും അതതിൻ്റെ പൊസിഷനിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക.
സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും മറ്റ് സകലതുമാണെങ്കിലും ആകാശമാണെങ്കിലും മറ്റെന്താണെങ്കിലും മനുഷ്യൻ്റെ പ്രവർത്തനം കാരണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദ്രവിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയാം, റീസെൻ്റ്ലി ചില വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് ഓസോൺ ലെയർ, ആകാശത്തിന് മേഘപാളികൾ കിഴുത്തയുണ്ടെന്ന്. എന്തുവാ ഇവിടെ സംഭവിച്ചത്? മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവിടെ പോയിട്ട് അടിച്ച് അതിനെ മേഘപാളികൾ അത് ഒരു ഹോൾസ് ഉണ്ടാക്കുക. എന്തുവാ സംഭവിച്ചത്? അതിൻ്റെ അവസ്ഥകളെ അത് ദ്രവിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന ചൂടിൻ്റെ ദൈർഘ്യം കൂടുന്നതോ അല്ലെങ്കിൽ മറ്റേതും നിങ്ങൾ നോക്കിയോ, എന്തുകൊണ്ട്? ദൈവം സൃഷ്ടിച്ചു വച്ചിരുന്ന സൃഷ്ടിയെ മനുഷ്യൻ പല രീതിയിൽ അതിന്മേൽ പ്രവർത്തിക്കുന്നത് മുഖാന്തരമായിട്ടോ അഥവാ മനുഷ്യൻ്റെ പാപം മുഖാന്തരമായിട്ടോ ഇതിനെല്ലാം മാറ്റങ്ങൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദ്രവിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഈ ലോകത്തിന് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുവാൻ പറ്റത്തില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്.